എങ്ങനെ ഈ ആശയം നമ്മുടെ ഉള്ളിലേക്ക് എത്തി എന്നുള്ളത് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു. ഇനി ആശയത്തിനെ എങ്ങനെ ഒരു കമ്പനി ഫോർമാറ്റിലോട്ട് കൊണ്ടുവരാം എന്നുള്ളതാണ് അടുത്ത ഭാഗം. ആ ഭാഗത്തിന് ഞാൻ തീരുമാനമെടുത്തത്, അല്ലെങ്കിൽ ഞങ്ങളുടെ ടീം എല്ലാവരും കൂടി ഇരുന്ന് സംസാരിച്ച സമയത്ത് എടുത്ത തീരുമാനം പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയായിട്ട് ഇത് ചെയ്യാമെന്നാണ്. അതിൻ്റെ കാരണം നമ്മുടെ കണ്ടൻറ് ക്രിയേറ്റേഴ്സ് എല്ലാവരും നമ്മുടെ കൂടെ നിൽക്കുകയും അവരെല്ലാവരും ഈ സ്പേസ് നന്നായിട്ട് ഉപയോഗിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇത് ചിലപ്പോൾ ഒരു സ്കെയിലബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണെന്നുള്ള ഒരു വിഷനിലോട്ട് ഞങ്ങൾ വന്നു. ആ വന്ന സമയത്ത് നമ്മൾ എടുക്കുന്ന തീരുമാനമാണ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി. കാരണം ഇത് ഏത് ടെറൈനിൽ വേണമെങ്കിലും നാളെ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്ത് സ്കെയിൽ ചെയ്യാം എന്ന ആശയത്തിന് ഏറ്റവും നല്ലത് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയായിട്ടാണ് ഞങ്ങളുടെ ടീം അന്ന് മനസ്സിലാക്കിയത്. കമ്പനി രജിസ്റ്റർ ചെയ്ത ശേഷം ഞങ്ങൾ പിന്നെ നമുക്ക് അടുത്ത ആവശ്യം എന്ന് പറഞ്ഞാൽ ഫണ്ടിങ് ആണ്. അപ്പോൾ ഫണ്ടിന് വേണ്ടിയിട്ട് നമ്മൾ SBI ആണ് അപ്രോച്ച് ചെയ്തത്. SBI ബാങ്കിനെ നമ്മൾ അപ്രോച്ച് ചെയ്യുന്നു. നരേന്ദ്രമോദിയുടെ സ്റ്റാർട്ടപ്പ് ഇന്ത്യ എന്ന് പറയുന്ന ലോൺ സ്കീമിലോട്ട് എത്തുന്നു. ലോൺ സ്കീം നമ്മൾ SBIയിൽ അപ്രോച്ച് ചെയ്തപ്പോൾ അവർക്ക് പ്രോജക്റ്റിൽ വളരെ കോൺഫിഡൻസ് തോന്നുകയും ഒരു വളരെ നൂതനമായ ആശയമായിട്ട് അവർക്ക് തോന്നുകയും അങ്ങനെ അവർ ഞങ്ങൾക്ക് സപ്പോർട്ടായിട്ട് വന്നു. അതിനുശേഷം നമ്മുടെ അടുത്ത പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ലൈസൻസിങ് ആണ്. കേരള സർക്കാരിൻ്റെ ഏറ്റവും പുതിയ പരിപാടിയായിട്ടുള്ള K-Swift ലൈസൻസിങ് വളരെ സിമ്പിൾ പ്രോസസ്സാണ്. ജസ്റ്റ് നിങ്ങൾ 1 മണിക്കൂർ അവരുടെ സ്റ്റാർട്ടപ്പ് മിഷനിൽ പോയിരുന്നാൽ നമ്മുടെ ഏതാണോ സ്പേസ് അതിന് വേണ്ടിയിട്ടുള്ള ലൈസൻസ് വളരെ സ്പീഡിൽ ചെയ്തു തരും. ഇതിന് 3 വർഷം വാലിഡിറ്റി ഉണ്ട്. ഈ 3 വർഷം വാലിഡിറ്റി കൊണ്ട് നമ്മൾ സ്കെയിലപ്പായി വരികയാണെങ്കിൽ ഏത് ടെറൈനിലാണോ നമ്മുടെ കമ്പനിയെ നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്നത് അതിൻ്റേതായ കോർപ്പറേഷൻ ലൈസൻസ് പിന്നെ എടുത്താൽ മതി. പേപ്പർ വർക്കിൽ നിന്ന് പിന്നെ നമ്മൾ എത്തുന്ന അടുത്ത പൊസിഷൻ വർക്കാണ്. വർക്ക് തുടങ്ങാൻ വേണ്ടി ഞങ്ങളിവിടെ ടെമ്പററി കൺസ്ട്രക്ഷൻ മെത്തേഡായിട്ടുള്ള ട്രസ് വർക്കാണ് ചെയ്തത്. റിമൂവബിൾ ആയിട്ടുള്ള ട്രസ് വർക്ക് ചെയ്ത് ഞങ്ങളൊരു സ്പേസ് ഉണ്ടാക്കിയെടുത്തു. ഞങ്ങളുടെ ചാനലിൽ തന്നെയുള്ളൊരു വീഡിയോ ഉണ്ട്. ഞങ്ങളുടെ ആദ്യത്തെ വീഡിയോ ആണ്. ആ വീഡിയോ നിങ്ങൾ കണ്ടു നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങൾ എങ്ങനെയാണ് ഈ സ്ട്രക്ചർ ഉണ്ടാക്കിയതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ആ സ്പേസ് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇതിനകത്ത് തന്നെ ഏതൊക്കെ സ്പേസ് എങ്ങനെ തിരിക്കണം എന്ന് തീരുമാനിക്കുന്നു. ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ അവർക്ക് എങ്ങനെ റിസപ്ഷനിലിരിക്കാം, അവരെ എങ്ങനെ വെൽക്കം ചെയ്യാം, അവരെ എങ്ങനെ ഒരു സിനിമാറ്റിക് യൂണിവേഴ്സിലോട്ട് എമർസിഫൈ ചെയ്യാം, അതിനുശേഷം അവർക്ക് ഇരുന്ന് സംസാരിക്കാനും ഡിസ്കസ് ചെയ്യാനും ഒരു സ്ക്രിപ്റ്റിനെ കുറിച്ച് ചർച്ച ചെയ്യാനും. സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് സിനിമ മാത്രമല്ല കേട്ടോ, എല്ലാത്തിനും ഒരു സ്ക്രിപ്റ്റ് ഉണ്ട്. ആ സ്ക്രിപ്റ്റ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കഫറ്റീരിയ സ്പേസ് ഉണ്ടാക്കി. അവർക്ക് എന്തെങ്കിലും ഒരു സ്മോൾ ഹാങ് ഔട്ട്, ആഹാരം കഴിക്കണമെങ്കിൽ അവർക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ് ഉണ്ടാക്കി. പിന്നെ നമ്മുടെ ഹാർട്ടായിട്ടുള്ള തിയേറ്റർ സ്പേസിൻ്റെ ഒരു ഹാളും നമ്മളുണ്ടാക്കി. ഒരു 500 സ്ക്വയർ ഫീറ്റ് സ്പേസ് ആണ് നമ്മൾ അതിന് വേണ്ടിയിട്ട് എടുത്തത്. ഈ 500 സ്ക്വയർ ഫീറ്റ് സ്പേസിനകത്ത് തിയേറ്റർ എങ്ങനെ ചെയ്യാം, അതാണ് അടുത്ത ചോദ്യം. നമ്മൾ കേരളത്തിലുള്ള ഹോം തിയേറ്റർ വെക്ടറിൽ നിൽക്കുന്ന പല കമ്പനീസിനെ സമീപിച്ചു. നടപടിയാവുന്നില്ല. കാരണം ഇവർ തരുന്ന ബഡ്ജറ്റും നമ്മുടെ കയ്യിലുള്ള ബഡ്ജറ്റുമായിട്ട് ഫീസിബിൾ ആവുന്നില്ല. അങ്ങനെ ഞങ്ങൾ പല ആൾക്കാരെ സമീപിക്കുകയും ബാംഗ്ലൂരിൽ എനിക്ക് ബാക്കപ്പായിട്ട് ഇതിന് ആദ്യത്തെ ഇൻസ്പിറേഷനായിട്ട് നിന്ന ഒരു തിയേറ്റർ സ്പേസ് ഉണ്ട്. ആ കമ്പനിയുടെ അടുത്ത് ഞാൻ ട്രെയിനിങ് എടുത്ത് വന്നപ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് വന്നു, ഇത് നമുക്ക് തന്നെ സ്വന്തമായിട്ട് ബിൽഡ് ചെയ്യാം. ആ തീരുമാനത്തിൽ നിന്നും ഞങ്ങൾ ഫ്രണ്ടിലോട്ട് പോയി. അപ്പോൾ ഇത് എങ്ങനെ ബിൽഡ് ചെയ്യാം എന്നുള്ളിടത്ത് 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. എൻ്റെ ഭാര്യ സിവിൽ എഞ്ചിനീയറാണ്, എൻ്റെ അനിയന്മാർ എഞ്ചിനീയേഴ്സാണ്, ഞാനും എഞ്ചിനീയറാണ്. അപ്പോൾ നമുക്കൊരു എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട് എവിടെയോ കിടപ്പുണ്ട്. ഇതിനെ ഒന്ന് പോളിഷ് ചെയ്യാന്നുള്ളതാണ്. ഇതിന് ഇനി അടുത്ത ആവശ്യമുള്ളത് സ്കിൽഡായിട്ടുള്ളൊരു ടീമാണ്. ആ ടീം ഓൾറെഡി നമ്മുടെ കൂടെ ഉണ്ട്. ഒരു ചെറിയ സ്പേസിൽ ഒരു ചെറിയ വർക്ക് ചെയ്യുന്ന ആളെ നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പാടില്ല. ഇങ്ങനത്തെ ഒരു പ്രോജക്റ്റ് വരുന്ന സമയത്ത് ഇങ്ങനെ ഒരു കോൺഫിഡൻസ് ഇസ് ഡെഫിനറ്റ്ലി എല്ലാത്തിനെയും ത്രെഡ് അതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്, അല്ലെങ്കിൽ ഞങ്ങൾ വിശ്വസിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്പേസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആ ടീമിന് നമുക്ക് ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞിടത്താണ് ഞങ്ങൾ ബിൽഡ് ചെയ്യാം എന്ന് തീരുമാനിക്കുന്നത്. അങ്ങനെ ഓരോരോ വർക്കും നമ്മൾ സ്വന്തമായിട്ട് ചെയ്യാൻ തീരുമാനിച്ചു. ആദ്യം കവറിങ്, പിന്നെ അത് കഴിഞ്ഞ് അക്വാസ്റ്റിക്സ്, സൗണ്ട് പ്രൂഫിംഗ്, ഇൻസലേഷൻ, സീറ്റിങ്, സ്ക്രീന്, പ്രൊജക്ഷൻ, സൗണ്ട് സിസ്റ്റം എല്ലാം നമ്മൾ സ്വന്തമായിട്ടാണ് ചെയ്തത്.